നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പിന്നെ ഇതേ കൗതം എന്റെ മോളുടെ സംരക്ഷക നീ അല്ലടി വസുന്ധരയാ. അവര് രണ്ടുപേരും കൂടെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരും. അമ്മായിയെ കുറിച്ച് അമ്മ കുറെ നല്ല വാക്കുകൾ പറഞ്ഞപ്പോഴേ എനിക്ക് അറിയായിരുന്നു എല്ലാം പച്ച കള്ളമാണെന്ന്. ഞാൻ മാത്രല്ലല്ലോ, നീയും കള്ളം പറഞ്ഞില്ലേ? ഞാൻ എന്ത് കള്ളം പറഞ്ഞു? ശിവാനി മര്യാദക്കാരിയാണെന്ന് നീയും എന്നോട് കള്ളം പറഞ്ഞില്ലേ? എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. നിങ്ങൾ രണ്ടുപേരും ഒന്നും പറഞ്ഞില്ലെങ്കിലും ഒരാൾക്ക് മറ്റൊരാളെ ശരിക്കും അറിയാം. ഇനി ഒളിവും മറവൊന്നും വേണ്ട. ശിവാനി ചേച്ചി രേണുകാന്റി ഒരു കാലത്ത് നന്നാവില്ല. മോള് പറഞ്ഞത് ശരിയാ, അവള് നേരെയാവില്ല. ഇനി എന്തൊക്കെ അനുഭവിക്കാനാ എന്റെ യോഗം എനിക്കറിയില്ല. അറിയാനൊന്നുമില്ല. ഗൗതം സാറിന് സുഖപ്പെട്ടാൽ അമ്മയുടെയും നിഖിലിന്റെയും കാര്യത്തില് ഞങ്ങളൊരു തീരുമാനം എടുക്കും. ആ സമയത്ത് എതിർപ്പ് പറയാതെ അനുസരിച്ചാ മതി. ഞങ്ങളെ സഹായിക്കുന്നത് വസുന്ധര മേഡത്തിന് ഇഷ്ടാവില്ല മോളെ. അവരുടെ ഇഷ്ടം ആര് നോക്കുന്നു? അധികം വൈകാതെ ഞാൻ അവരെ ഒടിച്ചു മുടക്കി ഒരു മൂലക്കിടും. ചേച്ചിക്ക് എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. നമ്മൾ ആന്റി പൊളിച്ചടുക്കും. അധികം ആവേശമൊന്നും വേണ്ട. നീ കൊച്ചുകുട്ടിയാ. ഗുരുത്തദോഷം വരുത്തി വെച്ചാലേ പരീക്ഷയ്ക്ക് തോറ്റുപോകും. ആവേശം അടയ്ക്കേണ്ടത് യാമിനി മോള് മാത്രല്ല, നീയും കൂടെയാ. ഗുരുത്വദോഷം നിനക്കും ബാധക. ഗൗതമോൻ വസുന്ധര മേഡത്തെ വിളിക്കുന്ന അമ്മയെന്നാ. ആ ബഹുമാനം നീയും കൊടുത്തേ പെരുമാറാവൂ. ആന്റി ഇത്ര പാവമാകരുത്. ഈ സ്വഭാവം കൊണ്ടാ രേണുകാന്റി തലേ കയറുന്നേ. എന്റെ ജീവിതമൊന്നും മോൾക്കറിയില്ല. ഏട്ടന്റെ അടുത്തേയും കാരുണ്യം ഇല്ലായിരുന്നെങ്കിൽ രണ്ട് മക്കളെയും കൊണ്ട് വല്ല ട്രെയിനിന് തല വെക്കേണ്ടവളായിരുന്നു ഞാൻ. ഇത് നീട്ടിക്കിട്ടിയ ജീവിത എങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. ഞാൻ വേഗം ചെന്നിരുങ്ങി ഏട്ടത്തി പട്ടിണിയാവും. ഞാൻ പോട്ടെ. അമ്മേ, കാറില് വീടിന് മുമ്പിൽ വിടാം. വേണ്ട മോളെ, അമ്മ ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചു പൊയ്ക്കോളാം. നിങ്ങൾ വീട്ടിലേക്ക് ചെല്ല്. പാവ ആന്റി. ഇവരുടെ കാര്യത്തിൽ ഏട്ടനൊരു തീരുമാനം എടുക്കും വരെ ആന്റിയെ സഹായിക്കണം, എന്നെ കൊണ്ടാകും വിധം. വാ. ആന്റി എന്തിനാ എന്റെ ഫോണിലേക്ക് വിളിച്ചത്? നിന്നെ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ട്. നീ ഇങ്ങോട്ട് വന്നത് ഇവിടെ ഉണ്ടുറങ്ങി കഴിയാനാണോ? നിധിയെ പുറത്തിറക്കാൻ നീ ഇതുവരെ എന്താ ചെയ്തത്? ഗുഡ് ക്വസ്റ്റ്യൻ ആന്റി, ഗുഡ് ക്വസ്റ്റ്യൻ. നിധിയെ പുറത്താക്കുന്നതിന്റെ ഭാഗമായി ആദ്യം ഗൗതമിനെ കയ്യിലെടുക്കാൻ വേണ്ടിയുള്ള ടാക്ടിക്സ് ആണ് ഞാൻ പ്രയോഗിച്ചത്. എന്നിട്ട് ഗൗതമിനെ കയ്യിലെടുത്തോ? ഗൗതമിനെ കയ്യിലെടുക്കാനായിട്ടാണ് ഞാൻ ആ ചീര സൂപ്പ് ഉണ്ടാക്കി ഗൗതമിന്റെ റൂമിലേക്ക് പോയത്. എന്നിട്ട് ഗൗതം ആ സൂപ്പ് കുടിച്ചോ? അത് ഇല്ല, ഗൗതം കുടിക്കാൻ തയ്യാറായില്ല. എന്നിട്ട് എന്നെ റൂമിൽ നിന്ന് പുറത്താക്കി. അതോടെ നിന്റെ ടാക്ടിക്സ് എല്ലാം വേണ്ടാന്ന് വെച്ചല്ലേ? ടാക്ടിക്സ് ഒന്നും ഞാൻ മതിയാക്കിയിട്ടില്ല. നിധിയെ പുറത്താക്കാതെ ഗൗതം എന്നെ അടുപ്പിക്കില്ല. നിധിയെ പുറത്താക്കാൻ എന്താ എന്റെ ഒരു വഴി? എടി ശവാനി. ശവാനി അല്ല ആന്റി, ശിവാനി. ശിഷ്ടകാലത്തിന്റെ ശി. എന്റെ കഷ്ടകാലത്തിനടി നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിധിയെ പുറത്താക്കാൻ തറക്കളി കളിക്കാൻ നിന്നെ കൊണ്ടുവന്നിട്ട് അതിനെന്താ വഴിയെന്ന് നീ എന്നോട് ചോദിക്കുന്നോ? ആന്റി, ഇങ്ങനെ ധൃതി വെക്കരുത്. ഗൗതമിന് എന്നോടുള്ള വെറുപ്പ് മാറാൻ കുറച്ച് ടൈം എടുക്കും. ആന്റി അതുവരെ ക്ഷമയോടെ കാത്തിരിക്കണം. ഇനിയും കാത്തിരുന്നാലേ ഞാനും നീയും ഒക്കെ നിധിയുടെ കുഞ്ഞിന്റെ അപ്പി കോരേണ്ടി വരും. അയ്യേ, ഗൗതമിന്റെ കുഞ്ഞ് ഈ കുടുംബത്തിന്റെ സ്വപ്നമാ. പക്ഷെ അത് വളരേണ്ടത് നിധിയുടെ വയറ്റിലല്ല. ഡോൺ വറി ആന്റി, ആ കുഞ്ഞ് എന്റെ വയറ്റില് സേഫ് ആയിരിക്കും. ദേ, ഞാനൊരു ചവിട്ട് വെച്ച് തന്നാലേ നീ ഈ വീടിന്റെ മുറ്റത്തേന്ന് വീഴും. പോയി എങ്ങനെയെങ്കിലും ഗൗതമിന് നിന്നോടുള്ള വെറുപ്പ് മാറ്റ്. അതിനാ നിധി സമ്മതിക്കൂലല്ലോ. നിധി ക്ഷേത്രത്തിൽ പോയിരിക്കുക. ഗൗതമിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായി. അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതെടുത്ത് കൊണ്ടുപോയി അവന് കൊടുക്ക്.
അവൻ എത്ര ചീത്ത വിളിച്ചാലും നീ വിട്ടുകൊടുക്കരുത്. നിർബന്ധിച്ച് കഴിപ്പിക്കണം. ഗൗതം സമ്മതിച്ചാലേ മാറിക്കൊടുക്കാൻ ഞാൻ റെഡി ആന്റി. എങ്കിൽ ചെല്ല്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ ഞാൻ ഇടപെട്ട് അവനെ സമ്മതിപ്പിച്ചോളാം. ആഹാരവും മെഡിസിൻസും കൊടുത്ത് നീ അവന്റെ വെറുപ്പ് മാറ്റിയെടുക്കണം. നീതി വരുമ്പോ ഞെട്ടണം. ഞാൻ ഏറ്റു ആന്റി. ഗൗതമിനെ ഞാൻ വീഴ്ത്തും. നിധിയെ ഉപേക്ഷിച്ചിട്ട് ഗൗതം എന്റെ കഴുത്തിൽ താലി കെട്ടും. ആന്റി കണ്ടോ? അവൻ നിധിയെ ഉപേക്ഷിക്കും. പക്ഷേ ഒരിക്കലും നിന്റെ കഴുത്തിൽ താലി കെട്ടില്ല. ഈശ്വരമംഗലത്തേക്കാൾ വലിയ കുടുംബത്തിൽ നിന്ന് അവനുള്ള വധു എത്തും. നിധിയെ തറ പറ്റിച്ചു കഴിഞ്ഞാൽ പുറത്തെറിയാനുള്ള കറിവേപ്പിലയാ എനിക്ക് നീ. വെറും കറിവേപ്പില. എന്നാലും ഓഫീസിൽ വെച്ച് ഹാർഡ് ഡിസ്ക് മാത്രം മോഷ്ടിച്ച കള്ളൻ ആരായിരിക്കും? വസു പറഞ്ഞതുപോലെ കമ്പനിയിൽ വലിയ തട്ടിപ്പുകൾ വല്ലതും നടക്കുന്നുണ്ടോ? അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അമ്മേ. പിന്നെ അതിനേക്കാൾ അതിശയമുള്ള വേറൊരു കാര്യം നടന്നു. അതമ്മയ്ക്ക് അറിയോ? ഇല്ല, അതെന്താ? ഓഫീസിലെ CCTVയുടെ ഹാർഡ് ഡിസ്ക് എടുക്കണമെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി ഏട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ മോഷണം നടന്നത്. ഏട്ടൻ എന്തോ സംശയം തോന്നിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയവർ ഈ ഹാർഡ് ഡിസ്ക് മാറ്റിയതാവാൻ സാധ്യതയില്ലേ? അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഗൗതമിന് സംശയം തോന്നിയെന്ന് ഏതോ എണ്ണം കെട്ടവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവന്റെ അല്ലെങ്കിൽ അവളുടെ തലയിൽ ഇടിത്തി വീഴട്ടെ. നാളെ തന്നെ ഒരു ശത്രുസംഹാര പൂജയും രക്തപുഷ്പാഞ്ജലി നടത്തണം. ഇതിന് പിന്നിലുള്ളവർ അനുഭവിക്കട്ടെ. അഴി എണ്ണിക്കണം എല്ലാത്തിനെയും. ഇതുകൊണ്ട് ഗൗതമിന്റെ റൂമിലേക്ക് ചെല്ലാനാണോ ഭാവം? അയ്യോ അല്ല ആന്റി, ഇത് എനിക്ക് കഴിക്കാനുള്ളതാ. ശിവാനി, താൻ ഇവിടെ നിന്ന് കഴിച്ചോ? വേണ്ട, നിങ്ങൾക്കാർക്കും എന്നെ ഇഷ്ടമല്ലല്ലോ. നിങ്ങൾക്കാർക്കും ഒരു ശല്യാവാതെ റൂമിൽ പോയി ഒതുങ്ങിയിരുന്ന് കഴിച്ചോളാം. എടോ, എന്താടോ ഇത്? താൻ ഇവിടെ ഇരുന്ന് കഴിക്കുന്നതിൽ ആർക്കും ഒരു കുഴപ്പമില്ല. ഇവിടെ ഇരുത്തണമെന്ന് നിനക്കെന്താ എത്ര നിർബന്ധം? നീ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങേ വേണ്ട. അവിടെ തന്നെ ഇരുന്നാ മതി. കഴിക്കാനുള്ളത് 3 നേരം അവിടെ എത്തിക്കാൻ ജോലിക്കാരിയോട് പറഞ്ഞോളാം. ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു ആന്റി? നീ ചെയ്ത തെറ്റുകളുടെ ലിസ്റ്റേ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. സമയം കിട്ടുമ്പോ എല്ലാം കൂടി എഴുതി പ്രിന്റ് എടുത്ത് നിനക്ക് തരാം. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് വായിക്കുന്നത് നല്ലതാ. ഈശ്വര, എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു ജന്മം തന്നത്? അയ്യോ, അത് നീയല്ല, ഈശ്വരനോട് ഞങ്ങൾ ചോദിക്കേണ്ട ചോദ്യാ. എന്തിനാ ഈശ്വര ഇങ്ങനെ ഒരു ജന്മത്തെ പടച്ചു വിട്ടേന്ന്? അമ്മേ, ശിവാനി നമ്മുടെ ഗസ്റ്റ് അല്ലേ അമ്മേ? കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് പെരുമാറിക്കൂടെ? അവളോട് എങ്ങനെ പെരുമാറണമെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. അവളെ കൂടുതൽ വിശ്വസിക്കാൻ വേണ്ട. ആണുങ്ങളെ മയക്കുന്ന യക്ഷിയാ അവള്. നീ അവളെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോ എനിക്ക് വല്ലാത്ത ടെൻഷനാടാ. ദേ, ആ ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ട, കേട്ടല്ലോ? ഓ ശരി അമ്മേ. ശോ. ഗൗതം, ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഇരുന്നാണോ അതോ റൂമിലിരുന്നാണോ കഴിക്കുന്നത്? അതെന്തിനാ നീ അറിയുന്നത്? ഞാൻ എനിക്ക് തോന്നുന്നിടത്തിരുന്ന് കഴിക്കും. അയ്യോ, അത് പറ്റില്ല. ഇനി എല്ലാത്തിനും ചില ചിട്ടവട്ടങ്ങളൊക്കെ വേണം. ഒരേ സ്ഥലം ഫിക്സ് ചെയ്ത് അവിടെ തന്നെ ഇരുന്ന് കഴിക്കണം. ഇതൊക്കെ പറയാ നീ ആരാ? ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാനും എന്റെ ഭാര്യയും കൂടി തീരുമാനിക്കും. വെറുതെ എന്നോട് കൊഞ്ചാൻ നിൽക്കാതെ നീ നിന്റെ ജോലി നോക്കിപ്പോ. ഇതാണ് എന്റെ ജോലി. ഏത്? എന്നോട് കൊഞ്ചുന്നതോ? അല്ല ഗൗതം, ഞാൻ ഗൗതമിനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വന്നതാ. വാ കാണിച്ചേ. ആ കൊണ്ടുപോടി. നിന്നോട് കണ്ടുപോകരുത്. നിന്റെ ഷോ മറ്റുള്ളവരുടെ മുമ്പിൽ മതി. എന്താ എന്താ ഇവിടെ എന്താ ഇവിടെ ഒരു ശബ്ദം കേട്ടത്? ഈ വിഷപ്പാമ്പതിനെ ഇടയ്ക്ക് ഇഴഞ്ഞിഴഞ്ഞ് എന്റെ അടുത്തേക്ക് വരുന്നത്. ഇവളെ കാണുന്ന പോലെ എനിക്ക് അറപ്പാണ്. അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അത്രയ്ക്ക് വെറുക്കാൻ നിധി ചെയ്ത അത്രയും വലിയ തെറ്റൊന്നും ഇവള് ചെയ്തിട്ടില്ല. ഇവള് ജസ്റ്റ് ഒരുത്തന്റെ കൂടെ പോയി 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചു വന്നു. നിധിയോ ഇപ്പോഴും പോയിരിക്കുന്നതേ അവനെ കാണാനാവും. പക്ഷെ എന്റെ കയ്യിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. നിധിക്കതുണ്ടോ? ആ അതുകൂടെ പറയാ.
ആ ആരെന്തൊക്കെ പറഞ്ഞാലും നിധി എന്റെ ഭാര്യയാ. അതിൽ മാറ്റമൊന്നുമില്ല. ഈ വീട്ടിൽ ആരും അവളെ കുറിച്ച് അനാവശ്യം പറയാൻ പാടില്ല. ആരും.